കൂടുതൽ വളച്ചൊടിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ അമ്മയുടെ ഇന്റർവ്യൂസിന്റെ ഇത് കണ്ടിട്ടുള്ളത്. ഇന്ദുലേഖയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, എന്നിട്ട് തമ്മയിൽ മറ്റേ പൃഥ്വിരാജൊക്കെ റീത്ത് പിടിച്ചിരിക്കുന്ന പുള്ളിയൊന്നും അറിയണ്ട. സാധാരണ ഇന്റർവ്യൂസ് നിന്ന് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അതെ, അവരുടെ ഭയങ്കര അഡ്വഞ്ചറസ് ലവ് സ്റ്റോറിയാണ്. ഇവരുടെ ലവ് ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കൊണ്ടിരുന്നത്. അത് ഓരോ ലെറ്ററും 20 പേജ് ഉണ്ടായിരുന്നു. 20 പേജ്. വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. സിനിമാക്കാരൻ എന്ന് പറയുമ്പോ അതൊരു ബ്ലാക്ക് മാർക്ക് ആയിരുന്നു. അമ്മയായിട്ടിങ്ങനെ പോകുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോ ചേച്ചിയാണല്ലേ, ഈ PT മീറ്റിംഗിനൊക്കെ പോകുമ്പോഴത്തേനും സെൽഫി എടുക്കാൻ വരുന്നത്. അപ്പൊ നമുക്ക് മറ്റേ പ്രൗഡ് സാധനമാണ്. അതെ 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 അതെ, എന്റെ അമ്മയല്ലേ, അമ്മയാണെന്ന് എടുത്ത് പറയും. എത്ര സീരിയൽസ് ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഒരു കണക്ക് വെച്ച് 100-ൽ കൂടുതൽ സീരിയൽസ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ലല്ലോ, ഇന്ദുലേഖ നല്ലൊരു പേര്. അത് സീരിയലിൽ മാത്രമേ ഉള്ളൂ. ആരായാലും എന്ത് സിറ്റുവേഷൻസ് ആയാലും അത് റിയാക്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് എല്ലാവരിലും കാണാത്തതാണ്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്തായിരിക്കും? ആരെ പോലെ ഉണ്ടെന്നായിരിക്കും? ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ വേണം എന്ന് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പറയുകയാണെങ്കിൽ ഒരു ദിവസം പോലും പുള്ളിയെ പറ്റി പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെന്നേ ഉള്ളൂ. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. 13 വയസ്സ് മുതൽ ഇപ്പോൾ ഏകദേശം 33 വർഷമായിട്ട് നമ്മുടെ മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന എനിക്കും ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, നമ്മുടെ എല്ലാ ടീനേജേഴ്സിലുള്ളതാണെങ്കിലും ഇല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ മേമും എൻ്റെ മോള് ഉണ്ണിമായാണ് എന്നോട് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ മേമിനോട് ഓഫ് ക്യാമറയിൽ പറഞ്ഞ കോംപ്ലിമെന്റ് ഒന്നും കൂടെ പറയാം. ഭയങ്കര യങ്ങായിട്ടിരിക്കുന്നു, നല്ല ഭംഗിയായിട്ട്. അമ്മയായിട്ട് ഇങ്ങനെ പോകുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട്, നേരിട്ടും കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോ ചേച്ചിയാണല്ലേ. നമ്മള് ഈ കോമഡി ആയിട്ടൊക്കെ പറയുന്ന അല്ലാതെ സീരിയസ് ആയിട്ട് വന്ന് ചോദിക്കുമ്പോ തോന്നാറ് കുശുമ്പാണോ? ഒബ്വിയസ്ലി ഇത് ഏത് പ്രായത്തിലൊക്കെ കേട്ടോ തുടങ്ങിയേ? ഇതിപ്പോ ഒരു 2-3 കൊല്ലം ഇപ്പോഴാണല്ലേ? അതെ അതെ അതെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാര്യം മേമിന് ഒരു മാറ്റമില്ല. ഇപ്പൊ റീസെന്റ് ഉള്ള ഫോട്ടോസ് ഒക്കെ വന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ കമന്റ്സിൽ ഞാൻ പണ്ട് കണ്ട ആള് തന്നെ ഇപ്പോഴും ഞാൻ മാത്രം മേമിന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മള് സീരിയൽ സാരി കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു ലുക്കിൽ കണ്ടിട്ട് അല്ലാതെ കാണുമ്പോഴായിരിക്കും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എന്താ അമ്മയെ പറ്റി കേൾക്കുന്ന കോംപ്ലിമെന്റ് ലൈക് ലുക്ക് വൈസ്? ഈ യങ് ആയിട്ട് ഇരിക്കുന്നു, ലൈക് പണ്ടും ഇപ്പോഴും ഒരേപോലെയാണ്. ഈ ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ ഭയങ്കര ഫാനാണോ? അതെ അതെ, ഈ PT മീറ്റിംഗിനൊക്കെ പോകുമ്പോഴത്തേനും സെൽഫി എടുക്കാൻ വരുന്നത് അതൊക്കെ. അപ്പൊ നമുക്ക് മറ്റേ പ്രൗഡ് സാധനമാണോ? അതെ 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 അതെ, എന്റെ അമ്മയല്ലേ, അമ്മയാണെന്ന് എടുത്ത് പറയും. അമ്മ സെലിബ്രിറ്റി ആയതുകൊണ്ടുള്ള എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്? നേട്ടങ്ങള് സ്കൂളിലൊക്കെ ഇടയ്ക്ക് ടീച്ചർമാർക്കൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു, ചില ടീച്ചർമാർക്ക്. അങ്ങനെ പിന്നെ എന്താണ്, ആൾക്കാര് ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിരുന്നു. അപ്പം ഗുണത്തെക്കാട്ടിലും ദോഷം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് പണ്ടൊക്കെ കുറെ കാലം ശംഖുമുഖത്ത് ഒന്നും പോകത്തില്ലായിരുന്നു, ബീച്ചിലൊന്നും പോകത്തില്ലായിരുന്നു. ബീച്ചിൽ പോകുമ്പോ ആൾക്കാര് സെൽഫി എടുക്കാൻ വരുമല്ലോ, അപ്പൊ എനിക്ക് അത് ഇഷ്ടമായിരുന്നു. നമ്മൾ വല്ലപ്പോഴും ഈ സ്കെഡ്യൂളിന്റെ ഒക്കെ തിരക്ക് കാരണം വല്ലപ്പോഴും ആണെന്ന് പുറത്തു പോകുന്നത്. അപ്പൊ ഇങ്ങനെയാകുമ്പം ഞാൻ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നു, അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ പോവാണ്ടായി. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ഒരുപാടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ഇത്തിരി കൂടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. അവരുടെ പ്രൈവറ്റ് സ്പേസ് ആണ് നമ്മൾ ഓവറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ കൂടുതൽ എപ്പോഴും കാണുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പണ്ടാകുമ്പോ വല്ലപ്പോഴും ഒക്കെ എല്ലാരും നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുള്ളായിരുന്നു. ശരിയാ. ഞാൻ പഴയ കുഞ്ഞിലത്തെ ഒരു ഇന്റർവ്യൂ കണ്ടു.
ഇത്രയുള്ള ഒരു പൊടിക്കുപ്പി ആയിട്ടിരിക്കുന്നത് അതെ, ഞാൻ തന്നെ. അല്ലേ അങ്ങനെ ഇരിക്കുന്നത് അച്ഛന്റെ അമ്മയുടെയും നടുക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതില് അമ്മ പറയുന്ന ഒരു കോംപ്ലിമെന്റ് ഉണ്ട് ഇതിനകത്ത്, വലിയൊരു കോംപ്ലിമെന്റ്. കുരുത്തക്കേടുണ്ടോ ചോദിക്കുമ്പോ എനിക്കില്ലായിരുന്നു, പക്ഷെ ഇതിന് അതേ ഉള്ളൂ. ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ മാറിയോ? ഇപ്പൊ കുഴപ്പമില്ല. കേൾക്കാറില്ലേ കൊച്ചിനെ കുരുത്തക്കേടാണ് വലുതാകുമ്പോ മാറുമെന്ന്? ഇപ്പൊ ഒതുങ്ങി. മാറി. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഒരു സെക്കൻഡ് ഇങ്ങനെ ഒരിടത്തിരിക്കുന്ന കണ്ട് അടുത്ത സെക്കൻഡ് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ഭയങ്കര ഹൈപ്പർ ഡോക്ടറിന്റെ അടുത്ത് വരെ പണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവ്. ഇപ്പൊ ആള് ഡോക്ടറാവാൻ പോവാ അല്ലേ? അയ്യോ, എന്നാലും എന്തൊക്കെ മെയിൻ എന്താ സെറ്റിലൊക്കെ വരുമ്പോ ഭയങ്കര സെറ്റില് കുറച്ചു നാള് കൊണ്ടുപോയി. പിന്നെ എന്റെ അമ്മയും കൂടെ വരുമായിരുന്നു ഇവളെ നോക്കാനായിട്ട്. പിന്നെ അമ്മ പറഞ്ഞു ഇതിലും എളുപ്പം വീട്ടിലിരുന്ന് നോക്കുന്നതാണ്, ലൈറ്റിലേക്ക് ഇടയിൽ കൂടെ ഓടി നടക്കുമ്പോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ വെച്ച് നോക്കാൻ നടക്കും. ഇപ്പൊ നമ്മള് കംപ്ലീറ്റ്ലി മാറി. അതെ, ഇപ്പൊ എന്ത് ചെയ്താലും അമ്മ അടുത്ത് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഉണ്ട് ആ ഒരു സർപ്രൈസ് പ്രായത്തിൻ്റെതായ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം എന്തായിരിക്കും? ഒരു ഇയർഡ് ഓഫ് കാര്യം കോളേജിലൊക്കെ നമുക്ക് അവിടെ അങ്ങനെ ഭയങ്കര എന്റർടൈൻമെന്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോവും. ആ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ നൈറ്റ് ഔട്ട്സ് പോവും. അതൊക്കെ ഉള്ളു. അത് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും റീലാണ് ശരിക്കും എന്നെ ഇപ്പൊ ഇന്റർവ്യൂയിലേക്ക് എത്തിച്ചത്. രണ്ടുപേരുടെയും റീൽസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരാറുണ്ട്. അപ്പം ലൈക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലും അതുപോലെ അമ്മയെ ട്രോൾ ചെയ്യുന്ന റീലുകളും ഒക്കെ വരാറുണ്ട്. മറ്റേ ഏതൊരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു, സാധാരണ അമ്മമാരൊക്കെ അടക്കത്തിൽ വീഡിയോ, പക്ഷെ ഇവിടെ എന്റെ അമ്മ. അപ്പൊ ശരിക്കും എനിക്ക് നേരത്തെ അപ്പൊ നമ്മള് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ലല്ലോ, ഇന്ദുലേഖ നല്ലൊരു പേര്, അത് സീരിയലില് മാത്രമേ ഉള്ളൂ. അതിലെ കമന്റ്സ് കണ്ടു കാണല്ലോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നീ ഇങ്ങനെയാണോ ഭയങ്കര പാവം അങ്ങനെ തോന്നുന്നതാണ്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂലൊക്കെ റെഫറൻസ് വീഡിയോ ഒക്കെ എടുത്തപ്പോഴും പക്ഷെ എന്തൊരു പാവമായിട്ടാ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ കമന്റ്സ് ഒക്കെ അതങ്ങനെ തന്നെ പറഞ്ഞിട്ട് എന്തൊക്കെ അമ്മയുടെ ഒരു അലമ്പ്. ഇപ്പോഴും മറ്റേ എല്ലാത്തിനും ആക്റ്റീവ് അങ്ങനെയാണോ? ആണ്. പിന്നെ അങ്ങനെ എന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. അമ്മയും അതെ എന്നെ പോലെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അവിടെ നിന്നാണ് എനിക്ക് അത് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ എന്താണ് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാനൊന്നും സമ്മതിക്കാറില്ല. അടുത്തടുത്ത് ഇങ്ങനെ ചെയ്യാൻ ആക്റ്റീവ് ആണ്. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത് അത് ശീലമായി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സീരിയലിലേക്ക് വന്നു കഴിയുമ്പോൾ ഷൂട്ടിങ്ങും ഡാൻസ് പ്രോഗ്രാമും പഠിത്തവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് വെറുതെ ഒരു ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാണോ എന്നൊക്കെ ഉള്ള ഒരു തോന്നല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു മൾട്ടി ടാലന്റഡ്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എഡ്യൂക്കേഷൻ പറയുന്നത് കേട്ടപ്പോൾ ബികോം എംകോം MBA എന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത്രയും അഭിനയം, ഇത്രയും സീരിയലുകളൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നു. പിന്നെ ഒരു ഡാൻസ് അക്കാഡമി ഉണ്ട്, ഡാൻസിൽ നന്നായിട്ട് പോകുന്നു. ഇത് എന്തൊക്കെയാ? അതിന്റെ കൂടെ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? MA ഭരതനാട്യം ചെയ്തോണ്ടിരിക്കുക. MFA. ഭയങ്കര നമുക്കൊരു എന്താ പറയാ കറക്റ്റ് റോൾ മോഡലൊക്കെ ആക്കാൻ പറ്റിയ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ MA ജോയിൻ ചെയ്തു. അപ്പൊ ഇവള് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പൊ അവള് പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാനും അടുത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ആവുമല്ലോ. മോട്ടിവേഷൻ കിട്ടിയോ? അതെ അതെ കിട്ടി, കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കിട്ടി. പിന്നെ കോമ്പറ്റേറ്റീവ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് ആണല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഈ ഡാൻസ് ബന്ധമായ റീലൊക്കെ അധികം ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. ബാക്കി കൂടുതലും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ആദ്യം എനിക്ക് എക്സാമിന്റെ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലമാണെന്ന് ടൈം കിട്ടിയ. അത് കഴിഞ്ഞപ്പോ അഡ്മിഷനായി, ബാക്കി കാര്യങ്ങള്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ ചെയ്തിടും. പക്ഷെ നിങ്ങൾ രണ്ടും കൂടെ അങ്ങനത്തെ ഡാൻസ് ഒക്കെ റീൽസ് ഒക്കെ വന്നാൽ ഭയങ്കര രസമായിരിക്കും. കുറച്ചും കൂടെ
പറയൂ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ടൈം പോകുന്ന ഡ്യൂറേഷൻ എങ്ങനെയാണ്? അത് ഒരു ദിവസം ഒരു റീൽ മാക്സിമം. എനിക്ക് പഴയ പോലെ ഓർമ്മശക്തി ഒന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പഠിക്കുമ്പോൾ സ്റ്റെപ്പൊക്കെ മറന്നു പോകും. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുപോലെ വരണമെങ്കിൽ കുറെ സമയം എടുക്കും. അമ്മ ലൈക് പാട്ട് കേട്ട് അമ്മയുടെ സ്വന്തം സ്റ്റെപ്പ് അമ്മ കളിച്ചു പോകും. അവിടെ ഞാൻ ലൈക് നമ്മൾ ഓർത്ത് വെച്ച സ്റ്റെപ്പ് ആയിരിക്കും ഞാൻ കളിക്കുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഇച്ചിരി മിസ്കമ്മ്യൂണിക്കേഷൻ. സ്റ്റെപ്പ് ഇടുന്നതാരാ നിങ്ങൾ രണ്ടുപേരില്ലേ? അതെ, ഇവള് തന്നെ. അതെ അതെ. സ്റ്റെപ്പ് ഇടുന്നതല്ല ഉണ്ണിമായ എന്നിട്ട് അമ്മ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഇത് നേരെ തിരിച്ച് നമുക്ക് തോന്നുന്നത് കാര്യം അമ്മയുടെ അക്കൗണ്ടിലാണ് കൂടുതൽ റീൽസ് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആണല്ലോ പഠിച്ചില്ല. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതൊക്കെ അവൾക്ക് അറിയുള്ളൂ. പക്ഷെ എന്നാലും അതൊക്കെ ട്രൈ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതും അടിപൊളിയാണ്. പക്ഷെ എന്റെ ഇങ്ങനെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ലൊക്കേഷനിലാണെങ്കിലും സെറ്റിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുറെ റീൽസും വീഡിയോസും കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ടല്ലോ. അപ്പൊ മേമാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഉണ്ണിമേനെ കുറച്ച് ഡാൻസിൽ കുറച്ചും കൂടെ കയറി നിൽക്കുന്നതായിട്ട് തോന്നുന്നു മേമ. നമ്മുടെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് മേം തന്നെയാണോ? അതെ. ഓക്കെ. അത് എത്ര വർഷമായി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പൊ കറക്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷം ആവുന്നതേ ഉള്ളൂ. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ ഞാൻ തന്നെ പഠിപ്പിക്കണം എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം ഇങ്ങനെ നോക്കി നോക്കി ഇപ്പോഴാണ് ഇവളും കൂടെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടെ അങ്ങനെയുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാറില്ല, മനസ്സിലേക്ക് വരാറ്. നല്ല എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കാറ്. ഇപ്പൊ വർക്ക് ആയാലും ഡാൻസ് ക്ലാസ് ആയാലും ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട് അതെ എന്നെക്കാട്ടിലും ബിസിയാണ്. ഇത് എന്റെ അമ്മ കാണണം. ഞാൻ ആലപ്പുഴയാ വീട്, കൊച്ചിയിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് 10 ദിവസമായി കണ്ടിട്ട് അമ്മ ഇങ്ങനെ കറക്റ്റ് എണ്ണി 10 ദിവസം അമ്മ വിളിക്കും. എന്നാ വരുന്നത്. അപ്പൊ ഞാൻ ആലപ്പുഴ പാസ് ചെയ്തിട്ടാണല്ലോ ട്രിവാൻഡ്രം വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പ്ലാറ്റ്ഫോമിൽ അവിടെ വരട്ടെ എന്ന്. അത്രയും പോലും അമ്മയ്ക്ക് പറ്റത്തില്ല. അമ്മ ഇങ്ങനെ ഒന്നിനും എൻഗേജ്ഡ് അല്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ്ങാ. എന്നാൽ വീട്ടിലെല്ലാരും ഉണ്ട്, അച്ഛനും അമ്മൂമ്മ ചേട്ടനൊക്കെ ഉണ്ട്. എന്നാലായിരിക്കും ഇത് അമ്മയും കൂടെ കാണണം. ഇത് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വിട്ടതാണ്. അപ്പൊ ഉണ്ണിമായ്ക്ക് മാത്രമല്ല റോൾ മോഡൽ ആവേണ്ടത്, കുറെ അമ്മമാർക്കും കൂടെ റോൾ മോഡൽ ആവണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ ഉദ്ദേശിച്ചൊന്നും ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഞാൻ പക്ഷെ ഇതിലും മറ്റേ ലൊക്കേഷനിൽ ബൈക്കൊക്കെ ഓടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. അത് നേരത്തെ അറിയായിരുന്നോ? ബൈക്ക് ഓടിക്കാൻ അറിയായിരുന്നു. പണ്ട് മുതലേ ബുള്ളറ്റ് ഓടിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ ആരെങ്കിലും വാശി പിടിപ്പിച്ചാൽ ഞാനത് ചെയ്ത് കാണിക്കും. അതെ ഭയങ്കര. അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മോട്ടറാക്കി കൊടുക്കും. ലൊക്കേഷനിൽ വെച്ച് എന്തോ ബുള്ളറ്റ് ഓടിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബുള്ളറ്റിൽ എന്താ ധനുഷ്കോടിയിൽ പോകാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറും ക്യാമറമാനും ഒക്കെ ഒന്ന് വാശി പിടിപ്പിച്ചു. എന്നാ ബൈക്ക് ഓടിക്കാൻ അറിയുമോന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് കിട്ടിയാൽ ഞാൻ ഓടിക്കുന്നു. അങ്ങനെ ഉടനെ ബൈക്ക് കൊണ്ടുവന്നു ഓടിച്ചു. ഇല്ല, സ്കൂട്ടർ പഠിച്ചു. പക്ഷെ എനിക്ക് ഈ റോഡിൽ നിന്നും ഡ്രൈവ് ചെയ്യാൻ ധൈര്യമില്ല. ഞാൻ അതുകൊണ്ട് കാർ പഠിക്കാം എന്നുള്ള ഒരു. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പാസഞ്ചർ പ്രിൻസസ് ആണ്. അതാ ഞാൻ അമ്മയുടെ പുറകിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. പറഞ്ഞു എന്നും ഇങ്ങനെ സൈഡിലിരുന്ന് പോവാന്ന് വിചാരിക്കണ്ട, ഓടിച്ചു പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്മമാരുടെ കേൾക്കാറുണ്ടല്ലേ? എല്ലാ അമ്മമാരുടെ ഡയലോഗാ. ഓക്കെ. അപ്പൊ മാം ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോ തന്നെ സെറ്റായി, ഓക്കെ ആയി? ഞാൻ പണ്ട് ഓടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ ബൈക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ കയറിയിരുന്ന് ഇത് ക്ലച്ച് ചെയ്ത് ഗിയർ എന്നൊക്കെ പറഞ്ഞു തന്നാ ശരിയെന്ന് പറഞ്ഞു. കൊള്ളാം. അതിന്റെയൊക്കെ വീഡിയോ കാണുമ്പോ നമുക്കിങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഇതിലേക്കാന്ന് ഇതൊരു പാവം കുട്ടി ആണല്ലോ ഇത് ചെയ്തപ്പം അക്കൗണ്ടിൽ ഞാൻ മറ്റേ വനിതയിലെയും മംഗളത്തിലേക്ക് ഫോട്ടോ കണ്ടപ്പം എനിക്ക് ആ മുഖം നല്ല ഓർമ്മയുണ്ട്. പഴയ സീരിയലിലും ഇതിലൊക്കെ കണ്ടിട്ട് നല്ല ഓർമ്മയുണ്ട്. അതിൽ കാണുമ്പോൾ ഭയങ്കര പൗതിച്ച് ഇപ്പൊ നായകന്റെ പെങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പാവം ഒരു കുഞ്ഞു ചേച്ചി ആ ആളാണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു മദർ അങ്ങനെ നിൽക്കുന്നത്. അല്ല അപ്പൊ അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, നല്ല കാര്യമാണ്. ബൈക്കിന്റെ മാത്രമല്ല ഭയങ്കര ഫുൾ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആണല്ലോ. ഇപ്പൊ റീൽസ് ഒക്കെ കാണാറുണ്ട്, മറ്റേ ഈ ഫോട്ടോഷൂട്ടിന്റെ ക്യാമറയിൽ തന്നെ എടുത്തിട്ടുള്ള സോങ്സിന്റെ വീഡിയോ റീക്രിയേഷൻ പോലൊക്കെ ചെയ്യാറില്ലേ? അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം. ഇത്രയും വർഷമായിട്ട് നമ്മളിങ്ങനെ കോൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കല്ലേ, അതിന്റെ ഒരു ലൈക്ക് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? കുറേ നാളായിട്ട് ഇപ്പൊ അഭിനയത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതില് ഈ ആർട്ടിസ്റ്റായിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചതേ അല്ല. ഞാൻ അതിലൊട്ടും പാഷനറ്റ് ആയിരുന്നില്ല, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആദ്യം
ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നു, ശരി ഒരെണ്ണം ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് അത്രയേ ഉള്ളൂ. അതിന് അടുത്തൊരു എന്താ ഒരു സീരിയലിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ എങ്ങനെയോ അതങ്ങനെ വന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ ഇത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ബാങ്കിൽ ജോലിക്ക് കയറിയതാണ്. പിന്നെ ഒരു സ്റ്റേജിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഷറൊക്കെ താങ്ങാൻ വയ്യ, അത് റിസൈൻ ചെയ്തതാണ്. പിന്നെയും ഇതിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഇപ്പൊ വീണ്ടും ഇത്രയും വർഷമായി. അപ്പോൾ ഇപ്പോഴാണൊന്ന് ഉറപ്പിച്ചത് ഇതാണ് എൻ്റെ എത്ര സീരിയൽസ് ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും ഓൾമോസ്റ്റ്? അത് സത്യം പറഞ്ഞാൽ എണ്ണം നോക്കിയിട്ടില്ല. കാരണം നമ്മൾ അടുത്തൊരു വർക്ക് ചെയ്യും എന്നുള്ളൊരു ധാരണയില്ലാത്തത് കൊണ്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ വന്നു പോയി. അപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ച് 100-ൽ കൂടുതൽ സീരിയൽസ് ഉണ്ട്. 100-ൽ കൂടുതൽ സീരിയൽ ചെയ്തിട്ടുണ്ട്. സിനിമകൾ എത്ര ചെയ്തിട്ടുണ്ടാവും? സിനിമ 15. ഹലോയിലൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. ഹലോയിലെ ക്യാരക്ടർ പെട്ടെന്ന് വന്നതായിരുന്നോ? അതെ, പെട്ടെന്ന് തലേദിവസം വിളിച്ചു പറഞ്ഞു അങ്ങനെ. ഇത് മോഹൻലാലിന്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും അപ്പൊ അന്ന് ഇവിടെ ഉണ്ടായിട്ടൊരു 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു അന്ന്. അപ്പൊ ഇത്ര നല്ലൊരു ഓഫർ ആണെന്നുള്ള ഒരു ചിന്തയല്ല വന്നത്. അതിലും മുകളിൽ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോഴും ഈ സിനിമ ഇത്രയും ഹിറ്റ് ആവുന്നു, ഇത്രയും പോപ്പുലർ ആവുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഈ ഇടയ്ക്കും ഏത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ താഴെ കമന്റ് വന്നേ ഇത് സാബുവിന്റെ വൈഫല്ലേ. ഭയങ്കര സന്തോഷം. 3 മാസമായിട്ട് വലിയ കുഴപ്പമുണ്ടായില്ല, കുറച്ചും കൂടെ ഭയങ്കര പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോ അടുത്ത എല്ലാവരും ചെയ്തതുപോലത്തെ ഒരു കമന്റ്. ഇപ്പൊ ഈ കമന്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാ, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്തായിരിക്കും? ആരെ പോലെ ഉണ്ടെന്നായിരിക്കും? അയ്യോ എനിക്കും തോന്നി കണ്ടപ്പോ. ഞാൻ വാഷ്റൂമിൽ ഇറങ്ങിയത് കണ്ടപ്പോഴത്തേക്ക് അയ്യോ ശരിയാണല്ലോ ആ ഒരു സാധനം തോന്നി. എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അത് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. എന്നാലും അത് ചേഞ്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും ആക്ടിംഗ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നല്ല ഡിഫറൻസ് ഇല്ലെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ അതുപോലെ ഉണ്ടല്ലോ, സൗണ്ടും കുറെ പേര് കമന്റ്സിലൊക്കെ പറയാറുണ്ട്, സംസാരിക്കുന്ന രീതിയും എല്ലാം ശരിയാട്ടോ. അയ്യോ ശരിയാ. മഞ്ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടാവും? ഞങ്ങള് ഒരുമിച്ച് ഡാൻസ് പഠിച്ചിരുന്നതാണ് പണ്ട് എറണാകുളത്ത് വെച്ച് സ്കൂളിൽ പഠിക്കുമ്പോ. തന്നെ തോന്നിയിട്ടുണ്ടോ എല്ലാരും പറയുമ്പോ എങ്ങനെ എല്ലാരും ഞങ്ങളുടെ 2 കാര്യം പറയാറുണ്ട്. ഞാൻ അമ്മയുടെ അതുപോലെയാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ മഞ്ചേച്ചി അത് കേൾക്കുമ്പോ സന്തോഷാണോ? അല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യല്ലോ. അതെ അതെ. പണ്ട് മഞ്ജുവരനും മോഹിനിയുടെ ചായ പറയാറുണ്ട് പണ്ട്. പക്ഷെ എന്നാലും ഒരു യുണീക്ക് ഫേസ് ഉണ്ട്, ഒരു കുഞ്ഞിനും അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇപ്പൊ ഇത്രയും സീരിയലുകളിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഈ സീരിയലിൽ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടില്ലേ? കാര്യം നമ്മളിങ്ങനെ കുറേ നാൾ ഡ്യൂറേഷൻ ഉള്ള കാര്യം, സിനിമകൾ പോലെ അല്ലല്ലോ സീരിയൽ. ഇപ്പോൾ ഒരു സീരിയൽ നമ്മൾ കമ്മിറ്റ് ചെയ്താൽ കുറേ നാളുണ്ടാവും. അപ്പൊ അതിൽ ഈ സർവൈവ് ചെയ്യുന്നതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ വേറെ ഏത് ജോലിയും പോലെ ഇതൊരു ജോലിയാണ്. അപ്പൊ ഇത് ഇപ്പൊ മെഗാ സീരിയൽസ് വന്നപ്പോ നമുക്ക് കുറച്ചും കൂടെ ഒരു ആശ്വാസമുണ്ട്. കാരണം ഇത് ഇത്രയും വർഷങ്ങൾ പോകുമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് പോകുമല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. സീരിയൽസ് കൂടുതലും ട്രിവാൻഡ്രം ഫോക്കസ്ഡ് ആണല്ലേ? അതെ, ഇപ്പൊ കൂടുതലും ട്രിവാൻഡ്രം തന്നെയാണ്. അത് ബേസിക്കലി എന്താ കാര്യം, നമ്മൾ കൂടുതലും മീഡിയ ഇല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക്, ഫിലിം സ്റ്റാർസ് എല്ലാം അങ്ങനെ എല്ലാം കൂടുതലും കാണുന്നത് കൊച്ചിയിലൊക്കെയാണ്. പക്ഷെ സീരിയൽസ് കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രം ആണ്. അതെന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺസ് ഉണ്ടോ? അങ്ങനെയല്ല, കുറച്ച് സീരിയൽ ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ വരുമ്പോൾ എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ. ഇപ്പൊ ആർട്ടിസ്റ്റിനാണെങ്കിലും ഒരു ഇവിടെ തന്നെ, പിന്നെ ബാക്കി ക്യാമറ സ്റ്റുഡിയോ എല്ലാത്തിനും. പണ്ട് തൊട്ടേ സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഉള്ള സീരിയലുകൾ ഇപ്പം കംപ്ലീറ്റ് ഇപ്പൊ നമ്മള് സീരിയൽ എന്നുള്ളതല്ല, സിനിമകളിൽ തന്നെ ആണെങ്കിലും പഴയ സിനിമയും ഇപ്പോഴത്തെ സിനിമയും ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന്റെ മേക്കിങ്ങിലും എല്ലാ തോട്ട് എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റാ. അപ്പൊ സീരിയൽ അന്ന് നിന്നിട്ട് വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്താ? വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ടാണ് കഥയായാലും ഡ്രസ്സിങ് ആയാലും. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച്
ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പണ്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് വരാറുള്ളത്. ഇപ്പം നോവൽസും അങ്ങനെയൊക്കെയാണല്ലോ കൂടുതൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ അതെ, പിന്നെ നമ്മള് ആ നാട് ഓടുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഭയങ്കര പാവം റോളിലാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ശരിക്കും എത്രത്തോളം പാവം അടുത്ത് ആവും, അല്ലാത്തടത്ത് നോർമൽ അമ്മമാരെങ്ങനെയാണോ നോർമൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ റിയാക്ട് ചെയ്യും. പിന്നെ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അത് ആരായാലും എന്ത് സിറ്റുവേഷൻസ് ആയാലും അത് റിയാക്ട് ചെയ്യാറുണ്ട്. പിന്നെ പറയും, അത് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് എല്ലാവരിലും കാണാത്തതാണ്. ഞാൻ കാരണം നമുക്ക് തിരിച്ചും പറയിപ്പിക്കാം. ഓക്കെ, അപ്പൊ ശരിക്കും സീരിയലിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പാവം കാണുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ആളായിരിക്കും. മാം കുറച്ച് നെഗറ്റീവ് റോൾസ് കുറവല്ലേ ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുണ്ട്, എന്നാലും അത് കുറവാണ്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ അമ്മൂമ്മമാരൊക്കെ ഭയങ്കര ഇതായിട്ട് റിയാക്ട് ചെയ്തു. നിന്നെ പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഇത്രയും പാവമായിട്ടിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറെ റിയാക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പോഴും നെഗറ്റീവ് റോൾസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ, കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണല്ലോ ഒരു അതെ അതെ എപ്പോഴും ഒരേ തരത്തിലുള്ളത് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലോ. ശരിക്കും ഭയങ്കര കംഫർട്ടബിൾ ഏതാ, ഈ പാവം അങ്ങനത്തെ റോള് തന്നെയാണോ? അത് കുറെ നാളായിട്ട് അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നോണ്ട് അത് ഭയങ്കര ഈസിയാണ്. ചെയ്യാൻ ഭയങ്കര പാടുള്ള ഇമോഷൻ ഏതാ? കോമഡി റോൾസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് വഴങ്ങുമെന്നൊക്കെ എനിക്ക് സംശയമാണ്. പറ്റാത്തവർ തന്നാറുണ്ടോ? അമ്മയ്ക്ക് ഏതാ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്? നെഗറ്റീവ് റോൾസ് എന്ന് വെച്ചാൽ അത് ഭയങ്കര കുറവാണ് നെഗറ്റീവ് റോൾസ് കിട്ടുന്നത്. പക്ഷെ കിട്ടുന്നത് ഭയങ്കര എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് വേറൊരു കാണുമ്പോൾ അതെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, കരയാൻ ഭയങ്കര എളുപ്പമാണ്. കുറേ നമ്മൾ സീരിയൽസിൽ ഇങ്ങനെ കുറേ കരയുന്നൊക്കെ കാണുന്നുണ്ട്. അതെനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു മോക്ക് അഭിനയത്തിനോടൊക്കെയുള്ള താല്പര്യം എങ്ങനെയാ? കുഞ്ഞിനെ ഞാൻ ഈ പറഞ്ഞ ഇന്റർവ്യൂല് ചോദിക്കുമ്പോൾ അഭിനയം ഇഷ്ടമാണ് പറയുന്നുണ്ട്. കുറച്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് ബനാറസ് എന്ന് പറഞ്ഞ സിനിമയിലെ വിനീതിന്റെ കുട്ടിക്കാലം ചെയ്തത് ഇവളായിരുന്നു. വിനീതിന്റെ കുട്ടിക്കാലമായിട്ട് അന്ന് എനിക്ക് മൊട്ടത്തലയൊക്കെ വിനീതിന്റെ കുട്ടിക്കാലമാണ് ചെയ്തത്. പെൺകുട്ടിയാണല്ലോ. എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിന്റെ തലേ ദിവസം അവർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ചെന്നപ്പോൾ ഇവളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇവളെ ഇങ്ങനെ അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് റോളാണ്? വിനീതിന്റെ കുട്ടിക്കാലം. ഞാൻ പറഞ്ഞു ഇത് പെൺകുട്ടിയാണ്, കുഴപ്പമില്ല, ഞങ്ങൾ ആൺകുട്ടിയൊക്കെ കൂടെ. അപ്പം അതിലൊരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടർ. അപ്പം മറ്റേ ജുബയും പൈജാമയൊക്കെ ഒക്കെ കൊടുത്ത് അന്ന് എന്താ ഷോർട്ട് ഹെയർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ വലുതൊക്കെ ഗ്രോൺ അപ്പ് ഗേൾ ആയിട്ട് ഇനിയിപ്പോ എന്താ ആക്ടിങ്ങിനെ പറ്റിയിട്ടുള്ളത്? എനിക്ക് എന്താണ് താല്പര്യം ഇല്ലാന്നും ഇല്ല ഉണ്ടെന്നും ഇല്ല. ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ കരിയർ ഫോക്കസ്ഡ് ആണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഈ മെഡിസിൻ ഈ ഫീൽഡ് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പൊ അത് ഒരു കരക്കെത്തിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഓഫർ വന്നതായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ ചോദിച്ചു, നിനക്ക് എന്താണ് താല്പര്യം? MBBS പോകണം, ആക്ടിങ് വേണോ? ആക്ടിങ്ങും ഡാൻസും എല്ലാം കൂടെ നമുക്ക് എന്നോട് സീരിയസ് ആയിട്ട് എന്നെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഡാൻസിൽ ഡിഗ്രി ചെയ്യാം, എന്നിട്ട് ഈ ഫീൽഡിലോട്ട് പോകാം. കാരണം ഈ MBBS ശരിക്കും അതില് പാഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അങ്ങനെയുള്ള ഒരു അമ്മ എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. പല ആൾക്കാരും ഇപ്പം ഇങ്ങനത്തെ കോഴ്സ് തന്നെ പ്രൊഫഷണൽ കോഴ്സ് തന്നെ ചെയ്യണം. ഞാൻ ഒരു കാര്യത്തിന് നിർബന്ധിക്കാറില്ല. കാരണം എന്താ, എനിക്ക് പണ്ട് എൻ്റെതായ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എന്താ ഒരു പാരന്റിങ്ങിന്റെ ഒരു ഇതിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് കിട്ടാതെ പോയ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും അപ്പൊ ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കാറില്ല. സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അതിൽ വേറെ എന്താ പറയാ തെറ്റ് പറ്റാൻ പാടില്ലല്ലോ.
നമ്മളൊന്നും ഒന്നും കൂടെ ഡബിൾ എൻഷുർ ചെയ്തിട്ടാണ് പോയത് മെഡിസിൻ. പല പ്രാവശ്യം ചോദിച്ചു ഇത്രയും റിസ്ക് ഇല്ല, സമാധാനമായിട്ട് ജീവിക്കാം. ഞാൻ ഇപ്പം എൻ്റെ ഒരു ഭയങ്കര റീസെന്റ് ഒരു റീല് ഭയങ്കര വൈറലായില്ലേ, ഹസ്ബൻഡായിട്ടുള്ള സാറുമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് അമ്മനെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. മോളുടെ ഫേവറേറ്റ് ലവ് സ്റ്റോറി അറിയാം അച്ഛൻ്റെ അമ്മയുടെ ആണോ? അതെ, അവരുടെ ഭയങ്കര അഡ്വഞ്ചറസ് ലവ് സ്റ്റോറിയാണ്. എനിക്കും അങ്ങനെയൊക്കെ വേണം ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ലൈക് ഭയങ്കര എന്താണ്, നമ്മൾ ഈ ന്യൂ ജനറേഷനിൽ നമ്മൾ കുറെ ബേസിക് നീഡ്സ് എന്നൊക്കെ നമ്മൾ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണ്ടേ അച്ഛൻ അമ്മയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ഫ്ലാഗ് ബോയ് ഫ്രണ്ട് ഒക്കെ ആയിരുന്നു. അതെ, അപ്പം ഇപ്പോഴായിരുന്നു കൂടുതൽ റൊമാൻറ്റിക് കേട്ട കഥകളിൽ? അച്ഛനായിരുന്നു. അതെ, അതെ അതെ. അമ്മ ഭയങ്കര മറ്റേ ഇൻട്രോവേർട്ട് ഇത് അമ്മ പറഞ്ഞെന്നുള്ള കഥയല്ലേ? പിന്നെ ഞാൻ ഇപ്പോഴും ഇതിനെ കുറിച്ചൊക്കെ ഇത്രയും ചിന്തിക്കുന്നത്. നമ്മള് മറ്റേ ബേസിക് നീഡ്സ് ആയിട്ട് വേണം ആ ടേംസ് ഒക്കെ കേട്ടില്ലേ? ഓക്കെ, മെയിൻലി നമുക്കറിയാം ഭയങ്കര വിപ്ലവകരമായ ഒരു ലവ് മാരേജ് ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും മൂക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം? ഞങ്ങളുടെ ലവ് ലെറ്റേഴ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഒരു ദിവസം അതൊരു കവറിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതെടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. അപ്പൊ മലയാളം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ആയപ്പോ അപ്പൊ ഇനി ഇത് സൂക്ഷിച്ചു വെച്ചാ ശരിയാവില്ല എന്ന് മനസ്സിലായി. അത് സ്ഥലം മാറ്റി വെച്ചു. പിന്നെ അത് വേണ്ടി വന്നു. ആ സത്യം നമ്മൾ വെളിപ്പെടുത്തി. ആദ്യം ഈ ലവ് വായിക്കുമ്പോ ഈ പറഞ്ഞ 5-6 വയസ്സിലൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ചെന്ന് ചോദിച്ചോ അമ്മയും അച്ഛൻ ഇതൊക്കെ എന്താ സാധനം? പിന്നെ അമ്മ എന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തന്നു, അതായത് ഇവരുടെ ലവ് ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കൊണ്ടിരുന്നത്. അത് ഓരോ ലെറ്ററും 20 പേജ് ഉണ്ടായിരുന്നു. 20 പേജിന്റെ ഒരാഴ്ച ഓരോ ബുക്ക്. അങ്ങനെ കൺഫ്യൂഷനായി എനിക്ക്. എങ്ങനെ ഒരാഴ്ച മൊബൈലൊക്കെ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ പുള്ളി പല സ്ഥലത്തും ഇങ്ങനെ വർക്കിൻ്റെതായിട്ട് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെല്ലുന്ന സ്ഥലത്ത് അഡ്രസ്സ് എനിക്ക് തരും. അപ്പൊ അവിടെ എത്ര ദിവസം ഉണ്ടാവും, അപ്പൊ ലെറ്റർ എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് 20 പേജിൽ കുറയാതെ വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷെ അതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു അന്ന്. എന്റെ ഫ്രണ്ടാണ് എഴുതി തന്നിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയും, ഡിക്റ്റേറ്റ് ചെയ്യും, അവൾ എഴുതും. അങ്ങനെ അത് പോയി. പിന്നെ അവളും കൈയൊഴിഞ്ഞു. പിന്നെ തന്നെ എഴുതേണ്ട അവസ്ഥയായി. പിന്നെ ഈ കൊച്ചു പിള്ളേർ എഴുതുന്ന പോലെ അങ്ങനെ പിന്നെ ആദ്യം മറ്റേ ഫുൾ സ്കേപ്പ് പേപ്പറിലാണ് എഴുതിയിരുന്നത്. പിന്നെ മനസ്സിലായി ഇത് ശരിയാവില്ല. പിന്നെ നോട്ട്ബുക്ക്. അപ്പൊ ഈ അമ്മ ഈ മലയാളം എഴുതാൻ അറിയാതെ എഴുതിയത് വായിക്കുമ്പോഴത്തേക്ക് ഇപ്പം മൊത്തം ഗ്രാമർ മിസ്റ്റേക്കും കംപ്ലീറ്റ്ലി മുഴുവൻ വായിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മുഴുവനൊന്നും വായിച്ചിട്ടില്ല. 2 മിനിറ്റ് കഴിയുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല. അതിന് ഇൻസ്പയർ ആയി നമുക്ക് റിയൽ ലവ് ലെറ്റർ ചെയ്തിട്ടുണ്ടോ? റിയൽ ലൈഫില് ഉണ്ടായിട്ടില്ല ഇതുവരെ? ഞാൻ കേൾക്കുന്നില്ല. ഇത്രയും ഒരു മകളുടെ ലവ് ലൈഫ് അല്ലെങ്കിൽ ഈ സറൗണ്ടിങ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു അമ്മ എന്റെ അമ്മ മാത്രമേ കാണുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. എന്തായാലും ഇപ്പം അമ്മ കേട്ട് മടുത്ത് തീർന്നില്ലേ ഇതുവരെ. അതെ, ഇയാൾ കൊള്ളാം, ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ, ഇതിന്റെ കാലാവധി കഴിഞ്ഞാണല്ലോ വിചാരിച്ച്. ഇത് കഴിഞ്ഞ് അത്രേ ഉള്ളൂ. സിമ്പിൾ. ലവ് ലെറ്റർ നമുക്കിപ്പോ ഫോൺ ഉള്ളതുകൊണ്ട് ലവ് ലെറ്റർ ഒന്നും എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലേ? പക്ഷെ എങ്കിലും നമ്മൾ ആ ഒരു ഇവരുടെ ഒരു നൊസ്റ്റാൾജിയക്ക് വേണ്ടിയിട്ട് അതെ ലെഗസി കീപ്പ് ലെറ്റർ എപ്പോഴെങ്കിലും എഴുതി കൊടുക്കണം. പക്ഷെ ഇവളുടെ സ്റ്റാൻഡേർഡ്സിന് പറ്റിയ ഒരാളെ ഉടനെ ഒന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ബെയർ മിനിമം തന്നെ ഇപ്പം കിട്ടാൻ വലിയ അല്ല. ഞാൻ ഓരോന്നിന്റെയും പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇങ്ങനെയാണെങ്കിൽ അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ച് ആ എല്ലാ ക്രൈറ്റീരിയയും റെഡി ആവുന്ന ഒരാൾ വരണമല്ലോ. ലാസ്റ്റ് ഞാൻ കൺഫ്യൂഷൻ അടിച്ച് ഒരു പരിപാടി എല്ലാം ചെന്ന് പറയും എന്ത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, പിന്നെ മറ്റേതാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ നീ ഇതിന്
ഓ ശരിക്കും അത് കൊള്ളാട്ടോ, ഭയങ്കര ലവ് അഡ്വൈസിന് വരെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അമ്മ. ഒരു അമ്മയാണ്. ഇപ്പൊ എത്ര വയസ്സായി? 19. ഇപ്പൊ ഈ വർഷം 20 ആവും. എടുത്തു പറയുന്നത് ഈ വർഷം 20 ആവും. കാര്യമില്ല. കുറെ ഇനി എത്ര വർഷം കിടക്കും? അമ്മ 20 വയസ്സിൽ കല്യാണം കഴിച്ചു, ഞാനിവിടെ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ബോയ് ഫ്രണ്ട്സ് ആയിട്ട് നമ്മളിപ്പോഴും അമ്മയായിട്ട് തന്നെയാണ്. ഒരു ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആവും. പയ്യെ റെഡി ആയിട്ട് വരും. നമ്മൾ ഈ നമ്മുടെ എക്സ്പെക്ടേഷൻ ഈ പറഞ്ഞ ഡയർ മിനിമം കിട്ടുന്ന ആള് വരണ്ടേ. അത് വലിയ ധൃതിയൊന്നും ഇല്ല, പതിയെ മതി കുഞ്ഞു കുട്ടിയല്ലേ, സമയമുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു 21, 22 ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ 20 ആയി എന്നൊക്കെ. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രേമൊക്കെ ആയിരുന്നല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു ഹസ്ബൻഡിന്റെ അടുത്ത റൊമാൻറ്റിക് ഒരു ജസ്റ്റർ? എന്താ 20 പേജിലെ ലവ് ലെറ്റർ അല്ലാതെ അന്ന് ചെയ്ത ഒരു റൊമാൻറ്റിക് ജസ്റ്റർ? നാണാണോ? ഞാൻ കേൾക്കുന്നില്ല. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു 7.5 വയസ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ആ ഒരു കാഴ്ചപ്പാട് വേറെ, എൻ്റെ ഒരു വേറെ രീതിയായിരുന്നു. എനിക്ക് അങ്ങനെ പറയാൻ കിട്ടുന്നില്ല എന്താണെന്ന്. കൊറേ ഉണ്ടാവും, എന്തായാലും പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ റീല് കണ്ടപ്പോഴാണെങ്കിലും അതിനെ പറ്റിയിട്ട് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വേറെ പോസ്റ്റ് ഇങ്ങനെ ഇടുമല്ലോ. യൂട്യൂബേഴ്സ് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. എന്താ അയ്യോ, അത് പറയാൻ ഭയങ്കര ലൈക്ക് ഏറ്റവും കൂടുതൽ വളച്ചൊടിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ അമ്മയുടെ ഇന്റർവ്യൂസിന്റെ ഇത് കണ്ടിട്ടുള്ളത്. ഇന്ദുലേഖയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, എന്നിട്ട് തമ്മയിൽ മറ്റേ പൃഥ്വിരാജൊക്കെ റീത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോ പുള്ളിയൊന്നും അറിയണ്ട. ആ ഫോട്ടോ ഒക്കെ അവിടെ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചില ഇന്റർവ്യൂസിൽ ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമല്ലോ. അപ്പൊ അറിയാതെ പറഞ്ഞു പോയ ചില കാര്യങ്ങള്, അത് ആ സ്റ്റേറ്റ്മെന്റ്സ് എന്താ അത് മെയിൻ ആയിട്ട് അങ്ങനെ. അല്ല, അവർ ആ ചാനലുകാർ തന്നെയാണ് ഈ ഫോട്ടോ ഒക്കെ വെച്ചത്. അതെ. പിന്നെ എനിക്ക് എന്നെ പല ഫ്രണ്ട്സും അയച്ചു തന്നു, ഇത് കണ്ടോ നിനക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കെന്താ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള അതല്ല കേട്ടോ. ഇപ്പൊ മേമായിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വിത്ത് മൈ ഹസ്ബൻഡ് എന്നുള്ളത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെയാണ് ശരിക്കും പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്റും ചെറിയ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ കാണാമല്ലോ, കൊളാഷ് പോലെയൊക്കെ, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താ പറയാ, ഉള്ളി മരിച്ചു എന്നുള്ളൊരു ഇത് ഞങ്ങൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കാറില്ല. ഇപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ വേണം എന്ന് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പറയുകയാണെങ്കിൽ ഒരു ദിവസം പോലും പുള്ളിയെ പറ്റി പറയാത്ത ദിവസങ്ങളില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ ഒരു ടോപ്പിക്ക് വരാറുണ്ട്. അപ്പോൾ എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? എനിക്ക് 8 അപ്പോൾ അങ്ങനെ അത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെന്നേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ടും. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മള് ഈ ലോട്ടറി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു മറ്റേ വിഷമമായിട്ടൊന്നും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ സംസാരിക്കുന്നത്. കാര്യം അങ്ങനെ കാണണ്ട, കൂടെ ഉണ്ടല്ലോ. മേം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്, മോളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കും അത് അങ്ങനെ തന്നെയാണ്. വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നല്ലോ, പക്ഷെ മേം ഭയങ്കര ബോൾഡ് ആയിരുന്നു. അപ്പൊ അന്ന് ഇത് തന്നെ വേണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ എന്റേതായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മാത്രമേ എടുത്തുള്ളൂ എന്നൊക്കെ. ഭയങ്കര ബോൾഡ് ആയിരുന്നു. മതി എന്നുള്ളൊരു. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ വരാൻ നിങ്ങൾ സാറിനെ കാണാനും നല്ല ഭംഗി, എന്നെ കാണാനും നല്ല ഭംഗി, രണ്ടുപേരും മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വരേണ്ട സാഹചര്യങ്ങളൊന്നും അങ്ങനെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ അല്ല. രണ്ടുപേരും കാസ്റ്റും സെയിം ആയിരുന്നു. അപ്പോൾ പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്, പിന്നെ അന്നത്തെ കാലത്ത് സിനിമാക്കാരൻ എന്ന് പറയുമ്പോൾ അതൊരു ബ്ലാക്ക് മാർക്കായിരുന്നു. ആ ഒരു കാര്യമാണ് മെയിനായിട്ട് പ്രശ്നമായിരുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് ഉള്ള ലൈഫ് നമ്മൾ ഹാപ്പി ആയിരുന്നു, ഇപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. അന്ന് ഒരുപാട് വേറെ പ്രപ്പോസൽസ് ഒക്കെ വന്നപ്പോഴും എനിക്ക് അതൊന്നും ടൂ വേ ആയിട്ടുള്ളത് ഫസ്റ്റാണ്. വൺ വേ ഇഷ്ടം പോലെ ഉണ്ട്, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. മേമിന്റെ അടുത്തോട്ട് ഞാൻ വിചാരിച്ചു മേമിന് വൺ വേ. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് പറയാൻ നമ്മളൊന്നും കാര്യമാക്കിയില്ല. അന്ന് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഫുൾ ബിസി ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഫസ്റ്റ് റിലേഷൻഷിപ്പ്. എത്ര വയസ്സായിരുന്നു നമ്മളിപ്പോ റിലേഷൻഷിപ്പിലേക്ക് കല്യാണം കഴിക്കുമ്പോ?
18 ഇയേഴ്സിൽ തുടങ്ങി, ബികോം ഫസ്റ്റ് ഇയർ തുടങ്ങി, ബികോം ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. വെറുതെ അല്ല എൻ്റെ അടുത്ത് 20 ആവാറായി. അതാ പറഞ്ഞെ, അമ്മയുടെ 20 വയസ്സിലമ്മ കല്യാണം കഴിച്ചു. എനിക്കൊരു ബോയ് ഫ്രണ്ട് പോലും ആയിട്ടില്ല.